Good morning. Welcome to Genius Channel. So, ഇന്നത്തെ നമ്മുടെ എൻ്റെ പേര് സാജിദ. ഇന്നത്തെ നമ്മുടെ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഇന്നലത്തെ എഡിറ്റോറിയൽ സെക്ഷൻ ഇന്നലെ സൺഡേ ആയിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നില്ല. മിനിഞ്ഞാന്നത്തെ എഡിറ്റോറിയൽ സെക്ഷനിൽ നിങ്ങൾ കണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിൽ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഞാനത് ക്ലിയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ സ്പീഡ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. സോ ഇന്നത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി അതിനെ പറ്റിയുള്ള ഒരു എഡിറ്റോറിയൽ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു എഡിറ്റോറിയൽ ആണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഭയങ്കര റെലവെന്റ് ആണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വേർഡാണ് അല്ലെ ക്ലൈമറ്റ് ചേഞ്ച്. പരിസ്ഥിതിയിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എൻവയോൺമെന്റ് കുറെ ചേഞ്ച്, നമുക്ക് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, ഇങ്ങനെ കുറെ വേർഡ്സ് നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഒരു കാര്യമാണ്. സോ അത്തരത്തിലല്ല, അങ്ങനെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനെതിരെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ചർച്ച നടക്കുന്നത് എങ്ങനെ നമുക്ക് ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ യൂസ് ആണ്. യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. വൈറ്റ് ബോർഡ്. സോ നമുക്ക് വൈറ്റ് ബോർഡിലേക്ക് പോവാം. ഒരു പറഞ്ഞു തരാം. അതായത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജിയിലാണ് ഏറ്റവും കൂടുതൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറെ എന്താ പറയാ, അതാണ് ഒരു ചീഫ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം കോൾ ബേസ്ഡ് ആയിട്ടുള്ള തെർമോ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലൊക്കെ തന്നെ നമുക്കറിയാം അത് എന്താ പറയാ കോള് ബേൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഗ്യാസസും ഒക്കെ തന്നെ പൊല്യൂട്ടന്റ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. സോ പൊല്യൂഷൻ അതൊരു മേജർ റീസൺ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഒക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട് കോൾ ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ പവർ സ്റ്റേഷൻസിൽ. സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഇറ്റ്സ് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ്. ഗ്രീൻ ഹൗസ് നമ്മുടെ എങ്ങനെ നോക്കിയാലും എല്ലാ എൻവയോൺമെന്റലിസ്റ്റും എല്ലാ ആക്ടിവിസ്റ്റുകളും പറയുന്ന ഒരു കാര്യം, എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ UN-ന്റെ തന്നെ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ പറയുന്നത് എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറയ്ക്കുക. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്യാസസിന്റെ എമിഷന്റെ ലെവൽ എത്രയാണോ ആ ഒരു നേരത്തെ, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം പൊല്യൂഷന്റെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു പൊല്യൂഷൻ റൈസ് വരുന്നത് 18th സെഞ്ചുറിയിലുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണമാണ് വരുന്നത്. സോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ് ഈ പറഞ്ഞ എന്താ പറയാ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം എക്കോളജി ഇൻ ദ എക്കണോമി, ഗ്രോത്ത് ഓഫ് എക്കണോമി ഇൻ ദ കോസ്റ്റ് ഓഫ് എക്കോളജി എന്നാണ് പറയുന്നത് അല്ലെ. സാമ്പത്തിക വളർച്ച, നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ച് കൂടുതൽ പരിഗണിക്കാത്ത സാമ്പത്തിക വളർച്ച എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം കുറച്ചു കാലം മുമ്പ് വരെ. എന്താ പറയാ 1986 ബ്രണ്ട്ലാൻഡ് കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്താണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന വേർഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ വരുന്നു. അതായത് എക്കണോമി മാത്രമല്ല നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്, പകരം എക്കോളജിയും കൂടെ. അതായത് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് മാത്രമല്ല നാളത്തെ നമ്മുടെ തലമുറയ്ക്കും നമ്മൾ നമ്മുടെ നീഡ് മീറ്റ് ചെയ്യുന്ന പോലെ തന്നെ, നമ്മുടെ ആവശ്യങ്ങൾ ഇതാക്കുന്നത് പോലെ തന്നെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടും, അതായത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടും നമ്മൾ എന്താ പറയാ നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സിംപ്ലി ഡെവലപ്മെന്റ് അല്ല, ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലത്തെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഒക്കെ കൂടുതലായിട്ട് പഠിച്ചതും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു മേജർ ഒരു ഏരിയ ആണ് ഈ എനർജി പ്രൊഡക്ഷൻ സെക്ടർ. ആ എനർജി പ്രൊഡക്ഷൻ സെക്ടറിൽ ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, കോള് അങ്ങനത്തെ ഒക്കെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ യൂസ് കാരണം കൂടുതൽ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ റിന്യൂവബിൾ സോഴ്സസിലേക്ക് ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതില് എനർജി സോഴ്സസ് രണ്ട് ടൈപ്പ് ഉണ്ട്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ എന്ന് പേര് കേട്ടാൽ തന്നെ അറിയാം, ചില റിസോഴ്സസ് നമുക്ക് ഓൾവേസ് വി ആർ ഗെറ്റിംഗ് അല്ലെ, ഡേ ബൈ ഡേ നമുക്ക് അത് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതൊരിക്കലും എക്സ്ഹോസ്റ്റ് ചെയ്യുന്നില്ല. ഇൻഎക്സോസ്റ്റബിൾ. ഈ റിന്യൂവബിൾ എനർജിയുടെ വേറൊരു പേരാണ് ഇൻഎക്സോസ്റ്റബിൾ എനർജി സോഴ്സ്. അതായത് ഒരിക്കലും ഇത് എക്സോസ്റ്റ് ആയി പോകുന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് വിൻഡ്, സോളാർ, ടൈഡ് ഒക്കെ.
അപ്പൊ സോ എന്താ പറയാ, റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. എനർജി സെക്ടറിൽ നമ്മൾ റിന്യൂവബിൾ സോഴ്സസിലേക്ക് മാറിക്കഴിയുമ്പോൾ ഒരുപാട് പൊല്യൂഷൻ കുറയും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് UN FCCC, അതായത് UN ഫ്രെയിംവർക്ക് ഓൺ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ട്, UN ഓർഗനൈസേഷനിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എല്ലാ കൺട്രീസിനും, അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിനും അവർക്ക് വോളണ്ടറി, അല്ലെങ്കിൽ എന്താ പറയാ, പാരീസ് COP21 എന്ന് പറയും, COP21 കൺവെൻഷൻ ഓഫ് പാർട്ടീസ് 21 ഇവര് ഒരു മിക്കവാറും കൺട്രീസ് ഒക്കെ തന്നെ വോളണ്ടറി ആയിട്ട് തന്നെ പറഞ്ഞു, നമ്മൾ ഇത്രയും നമ്മൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ എനർജി സെക്ടറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ ഇത്ര പെർസെന്റേജ് നമ്മൾ റിന്യൂവബിൾ സോഴ്സസ് ആക്കി മാറ്റും എന്നുള്ളത് ഓരോ കൺട്രീസും പറഞ്ഞു. അങ്ങനെ ഇന്ത്യ ആ ഒരു COP21 പാരീസിലെ ഈ COP21 ഇന്ത്യ പറഞ്ഞ ഇതാണ്, ഇന്ത്യ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇൻഡിവിജ്വലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. ആ ഇൻഡിവിജ്വലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞത്, നമ്മൾ റിന്യൂവബിൾ എനർജി 175 gigawatts by 2022 കൂടി 175 gigawatts റിന്യൂവബിൾ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രത്യേകം ഓർത്തോണം, COP21 എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആണ്, നോട്ട് ബൈൻഡിങ്. അത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയാ ഒരു പെനാൽറ്റി അങ്ങനെയൊന്നും വരില്ല. ഇറ്റ്സ് വോളണ്ടറി ആണ്, ഓക്കെ, നോൺ ബൈൻഡിങ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 175 gigawatt ആണ് പറഞ്ഞിരുന്നത്. അതിൽ തന്നെ ഈ 175 gigawatt തന്നെ നമ്മൾ എന്താ പറയാ, ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വി ആർ ട്രൈങ് ടു ഗെറ്റ് 100 gigawatt 100 gigawatt ഓഫ് എനർജി സോളാർ എനർജിയിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോളാർ പവറിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 175 gigawatt പറഞ്ഞതിൽ നമ്മൾ 100 gigawatt സോളാർ എനർജിയാണ് സോളാർ എനർജിയിൽ നിന്ന് ഉണ്ടാക്കണമെന്നാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. സോ സോളാർ എനർജി എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയിൽ സോളാർ എനർജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്? വിൻഡ് എനർജിന്റെ അല്ലെങ്കിൽ ടൈഡൽ എനർജിയെക്കാളൊക്കെ നമ്മൾ പ്രൈം ഇമ്പോർട്ടൻസ് സോളാർ എനർജിക്ക് കൊടുക്കുന്നത്. എന്താണ് അതിന്റെ റീസൺ? എന്തായിരിക്കാം അതിന്റെ റീസൺ എന്ന് പറയുന്നത്? ട്രോപ്പിക്കൽ റീജിയനിലാണ് നമ്മൾ ഇന്ത്യ. നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് 365 days നമുക്ക് സൺലൈറ്റ് അവൈലബിൾ ആണ്, അല്ലെ? സോ ഈ സോളാർ പാനൽ അല്ലെങ്കിൽ ഇതിന് സോളാർ എനർജിയുടെ പ്രൊഡക്ഷന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ അതിന്റെ പാർട്ടാണ് ഫോട്ടോ വോൾട്ടൈക് സെൽസ്. നമ്മളെ ഇന്ത്യ ഫോട്ടോ വോൾട്ടൈക് സെൽസ്, ആ PV സെൽസ്, ഫോട്ടോ വോൾട്ടൈക് സെൽസിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഫോട്ടോ വോൾട്ടൈക്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ലൈറ്റ് എനർജിയെ അല്ലെങ്കിൽ സോളാർ എനർജിയെ, സോളാർ വന്ന ഒരു ഇതിനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ അതാണ് സോളാർ എനർജിയെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ദിസ് ഫോട്ടോ വോൾട്ടൈക് സെൽ. സോ സോളാർ എനർജിയുടെ അവൈലബിലിറ്റി എന്നുള്ളതാണ് എന്റെ പ്രൈം റിക്വസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് വേണ്ടത്? ഫോട്ടോ വോൾട്ടൈക് സെല്ലിന് സോളാർ എനർജി ത്രൂ ഔട്ട് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ ട്രോപ്പിക്കൽ ആയതുകൊണ്ട് തന്നെ 365 days നമുക്ക് ഈ ഫോട്ടോ വോൾട്ടൈക് സെല്ല് പ്രവർത്തിപ്പിക്കാൻ പറ്റും. സോ അതാണ് സിഗ്നിഫിക്കൻസ്. ഇന്ത്യയിലെ എന്താ പറയാ, നമ്മൾ സോളാർ എനർജി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഓൾ ഡേ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റിന്റെ ഓൾ ഡേ അവൈലബിലിറ്റി ആണ്. ഇനി 2015 ഞാൻ പറഞ്ഞില്ലേ, COP21 തന്നെ ഇന്ത്യ ഫ്രാൻസുമായിട്ട് ചേർന്നിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കി. അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബൈലാറ്ററൽ അലയൻസ് അല്ല, ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അവര് രൂപം കൊടുത്തു. അതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ISA. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത്, ഗുരുഗ്രാമിലാണ് ഉള്ളത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗുരുഗ്രാമിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ 100 gigawatt വേണ്ടിയിട്ട് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തന്നെ ISA ചെയ്തു, ഇന്റർനാഷണൽ സോളാർ അലയൻസിന് പറഞ്ഞു. അപ്പൊ ഇതില് പ്രൈം മിനിസ്റ്റർ പ്രധാനമായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു ഇതില് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇറക്കിയുള്ള കൺട്രീസ്, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ യൂസ് ചെയ്ത വേർഡ് തന്നെ സൂര്യപുത്രാസ്.
സൂര്യപുത്രാസ് എന്നാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയ്ക്കുള്ള ആ കൺട്രീസ് എല്ലാം കൂടി ജോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് അവിടുത്തെ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ട്രോപ്പിക് കൺട്രീസിന്റെ പ്രത്യേകത എന്താണ് 365 ഡേയ്സും ലൈറ്റ് സോളാർ എനർജി അവൈലബിൾ ആണ്. സോ ഈ ഒരു എന്താ പറയാ സോളാർ എനർജി ത്രൂ ഔട്ട് അവൈലബിൾ ആയതുകൊണ്ട് അവിടുത്തെ പുതിയ പുതിയ ടെക്നോളജീസ് ഫോട്ടോവോൾട്ടൈക് സെൽസ് ഒക്കെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്താ പറയാ ഡിപ്പെൻഡൻസ് കൂടുതലായിട്ടും എന്തിലേക്ക് മാറ്റുക, സോളാർ എനർജിയിലേക്ക് മാറ്റുക. സോ സൂര്യപുത്രാസ് എന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. സോ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ എസ്സേ റൈറ്റിങ്ങിലും ആൻസർ റൈറ്റിങ്ങിലും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ദിസ് സൂര്യപുത്രാസ് എന്ന് പറയുന്നത്. സോ അത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് അത് 2015 നമ്മൾ അത് പ്രഖ്യാപിച്ചതും ഫ്രാൻസും നമ്മൾ എപ്പോഴും ഓർക്കണം, ഫ്രാൻസ് ശരിക്കും ഈ ട്രോപ്പിക് കൺട്രി അല്ല, എന്നിട്ട് ഫ്രാൻസ് ആണ് നമുക്ക് എന്താ പറയാ ഫ്രാൻസും ഇന്ത്യയും കൂടെയാണ് ജോയിന്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 123 കൺട്രീസിനാണ് ഇന്റന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ദെൻ എന്താ പറയാ 2016 സൈൻ ചെയ്യാൻ വേണ്ടി 2016 COP22 മാരക്കേഷിൽ നടന്ന COP22 ഈ ഒരു എന്താ പറയാ എഗ്രിമെന്റ് ഓപ്പൺ ചെയ്തത്. എന്താ പറയാ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രീസിന് ഓപ്പൺ ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് ISA. ഇപ്പം ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനില് എന്താ പറയാ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും സോളാർ എനർജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു എന്താ പറയാ സോളാർ എനർജിയെ ഇൻസെന്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു ഇതാണ് നാഷണൽ സോളാർ മിഷൻ. സോളാർ എനർജിയുടെ ആ ഒരു പ്രൊഡക്ഷൻ എന്ന ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെന്റിവൈസ് ചില വേർഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ആ ഒരു വേർഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എസ്സേ റൈറ്റിംഗിലൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. അങ്ങനത്തെ ഒക്കെ വേർഡ്സ്, അങ്ങനത്തെ ഒരു വേർഡാണ് ഇൻസെന്റിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന വേർഡ് സപ്പോർട്ടാണ്. ഞാൻ എന്താ പറയാ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ, നോർമൽ ബിഗിനേഴ്സിന്റെ ഒരു ബേസ് ചെയ്തിട്ട് എല്ലാ ലെവൽ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ക്ലാസ്. സോ എന്താ പറയാ അപ്പൊ അങ്ങനെ ഇൻസെന്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു സ്കീമാണ് നാഷണൽ സോളാർ മിഷൻ. ഇത് എന്ന് പറഞ്ഞാൽ 2010 കൊണ്ടുവന്നൊരു മിഷനാണ് നാഷണൽ സോളാർ മിഷൻ. അപ്പൊ പേര് പോലെ തന്നെ മനസ്സിലാക്കാം, സോളാർ എനർജി കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു മിഷൻ അല്ലെങ്കിൽ വിഷനോട് കൂടിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നാഷണൽ സോളാർ മിഷൻ കാരണമൊക്കെ തന്നെ 2014-15 ഏകദേശം 7 to 8 rupees ആയിരുന്നു പെർ യൂണിറ്റിന്റെ കോസ്റ്റ്. 2014-15 എന്താ പറയാ ഒരു യൂണിറ്റ് ഓഫ് സോളാർ എനർജിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 7 to 8 rupees ആണ്. പക്ഷെ നൗ ഇപ്പൊ നമ്മള് ഏകദേശം 2.15 rupees ആ ഒരു അളവിലേക്ക് ആ ഒരു തോതിൽ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പം അത്രയധികം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നാഷണൽ സോളാർ മിഷൻ കാരണമാണ്. പിന്നെ വേറെ കുറെ ഗവൺമെന്റിന്റെ ഇൻസെന്റീവ്സ് വന്നിട്ടുണ്ട്. അതായത് ബാങ്കിങ് ലോണ്, റൂഫ് ടോപ്പിൽ നമ്മൾ എന്താ പറയാ PV മൊഡ്യൂൾസ്, PV എന്ന് പറഞ്ഞാൽ ഫോട്ടോവോൾട്ടൈക് മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ബാങ്കിങ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ അങ്ങനെയൊക്കെ ബാങ്കിങ് ലോൺസ്. പിന്നെ മാത്രമല്ല ചില പർട്ടിക്കുലർ ഫ്ലോർ റേഷ്യോയിലും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ മാൻഡേറ്ററി ആയിട്ട് എന്താ പറയാ നിർബന്ധമായിട്ടും സോളാർ പാനൽ വെക്കണം. അങ്ങനത്തെ ഒക്കെ കുറെ പ്രൊവിഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ സോ ഇതൊക്കെ തന്നെ എന്തിനാണ്, സോളാർ എനർജി നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് അതിനെ നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ റിന്യൂവബിൾ റിസോഴ്സിനെ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ എന്താണ്, രണ്ട് കാര്യമാണ്, രണ്ട് പോസിറ്റീവ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്, നമുക്ക് സസ്റ്റൈനബിൾ, അതായത് ത്രൂ ഔട്ട് ദി ത്രൂ ഔട്ട് ദി ഡേ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് എന്ത് പറ്റും, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനും കൊടുക്കാൻ പറ്റും. എന്താണ്, ബിക്കോസ് നമ്മൾ എവിടെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സൺ അല്ലെങ്കിൽ ടൈഡ് അല്ലെങ്കിൽ വിൻഡ് ഇതുപോലത്തെയുള്ള റിസോഴ്സസിലാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഹോൾ ഓഫ് ദി ലൈഫിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് അല്ലെ. സോ സസ്റ്റൈനബിൾ എനർജി ആയിരിക്കും. സെക്കൻഡ് തിങ് എന്ന് പറയാൻ പറ്റില്ല, പ്രൈമറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പൊല്യൂഷൻ കുറയ്ക്കും. പൊല്യൂഷൻ ഒരുപാട് റെഡ്യൂസ് ചെയ്യും. മറ്റേ എന്താ പറയാ കോൾ ബേസ്ഡ് ആയിട്ടുള്ള തെർമോ ന്യൂക്ലിയറോ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു പൊല്യൂഷൻ ഒരിക്കലും ഇതിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ പറയാ ഇങ്ങനത്തെ കുറെ ഇൻസെന്റിവേഴ്സ് വന്നിട്ടുണ്ട്, നാഷണൽ സോളാർ മിഷൻ, അതുപോലെ ISA. ഇതൊക്കെ കാരണം എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരുപാട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ കൂടുതലായിട്ടും ഇതിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ
ഇപ്രാവശ്യത്തെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് കാരണം ഇന്ത്യയുടെ റോള്, ഞാൻ ആ ഒരു പോയിന്റ് മിസ് ചെയ്തു പോയി. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഇന്ത്യയുടെ റോള് എന്ന് പറഞ്ഞാൽ 4 രീതിയിലാണ്. ഫസ്റ്റ് വൺ ഈസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതായത് കൂടുതൽ എന്താ പറയാ ഈ ഒരു സോളാർ അലയൻസിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാണ്. സോളാർ എന്താ പറയാ സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഫെസിലിറ്റേഷനും ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈൻ ഓഫ് ക്രെഡിറ്റ് എല്ലാ കൺട്രീസിനും കൊടുക്കുന്നുണ്ട്. എല്ലാ കൺട്രീസിനും അല്ല, ആവശ്യമുള്ള കൺട്രീസ്, ഈ പറഞ്ഞ സോളാർ അലയൻസിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസിന് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇത്ര ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നും എക്സിം ബാങ്ക് ലൈൻ ഓഫ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് റോൾ ഈസ് ഫെസിലിറ്റേറ്റർ. സെക്കൻഡ് റോൾ ഈസ് ഇൻക്യുബേറ്റർ, അതായത് സോളാർ എനർജിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജീസ് ആണോ വേണ്ടത് അതിനെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെയൊക്കെ രീതിയിലുള്ള റിസർച്ച് ഒക്കെ തന്നെ ഇന്ത്യ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സോ സെക്കൻഡ് റോൾ ഈസ് ഇൻക്യുബേറ്റർ. എന്താ പറയാ ഇന്ത്യ അതിന് ടെക്നോളജീസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് റോൾ ഈസ് എനേബ്ലർ. അതായത് പിന്നെ നമ്മുടെ IIT ഡൽഹി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫെലോഷിപ്സ് ഒക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ തേർഡ് റോൾ ഈസ് എനേബ്ലർ. ഫോർത്ത് റോൾ ഈസ് ആക്സിലറേറ്റർ, അതായത് എല്ലാ കൺട്രീസിനോട് പറയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിനെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു സോളാർ എനർജിയിലേക്ക് മാറണം എന്നുള്ളത് പറയാണ്. സോ ഫോർത്ത് റോൾ ഈസ് ആക്സിലറേറ്റർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ബിക്കോസ് എക്കണോമിക് സർവേയിൽ യൂസ് ചെയ്ത ടേംസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. സോ ഇതൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ISയുടെ റോൾസ്. അപ്പം ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ കുറച്ചൊക്കെ എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇൻസെന്റീവ്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, ഇതിന്റെ ഒക്കെ തന്നെ നോഡലായിട്ടുള്ള മിനിസ്ട്രി, അതായത് ഈ പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് നോഡൽ മിനിസ്ട്രി എന്നാണ് പറയാ, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. MNRE എന്ന് പറയും, ഷോർട്ട് ഫോം ആയിട്ട് MNRE എന്ന് പറയും. സോ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 100 ഗിഗാവാട്ട് ബൈ 2022, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എയിം. സോ അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് കുറെ സ്കീംസും പ്രോഗ്രാംസും ഒക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രോഗ്രാമാണ് എന്താ പറയാ സോളാർ പാർക്സ് കൂടുതലായിട്ടും എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യുക. സോളാർ പാർക്കിന്റെ ഇൻസ്റ്റാളേഷൻ, പുതിയ സോളാർ പാർക്കിന്റെ ഇൻസ്റ്റാളേഷൻ ആണ് അതിലൊരു എന്താ പറയാ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സോളാർ പാർക്കാണ് റേവ. REWA. ലാസ്റ്റ് വീക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മധ്യപ്രദേശിലെ മധ്യപ്രദേശിലാണ് രേവ എന്ന് പറയുന്ന പ്രദേശത്ത് ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ തന്നെ ഏഷ്യാസ് ലാർജസ്റ്റ് സോളാർ പാർക്ക് ആണ് എന്നാണ് പറയുന്നത്. ഏഷ്യാസ് ലാർജസ്റ്റ് സോളാർ പാർക്ക്. ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 750 ഗിഗാവാട്ട്സ് ആണ്. 750 ഗിഗാവാട്ട്സ് ആണ് അതിന്റെ ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി. അപ്പൊ രേവ മധ്യപ്രദേശ് ഇതാണ് ഏഷ്യാസ് ലാർജസ്റ്റ് സോളാർ പാർക്ക്. പിന്നെ ഈ ഒരു രേവയില് നമ്മൾ മെയിൻ ആയിട്ടും രേവായി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ 2 കമ്പോണന്റ് ആക്കിയിട്ട് 2 രീതിയിലാണ് ഉപയോഗിക്കാൻ നമ്മൾ ഇന്റന്റ് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡൽഹി മെട്രോയുടെ 24% ഓഫ് പവർ റിക്വയർമെന്റ്. ഡൽഹി മെട്രോയുടെ 24% പവർ റിക്വയർമെന്റ് ഇതുകൊണ്ട് മീറ്റ് ചെയ്യണം എന്നാണ് ഫസ്റ്റ് ഇന്റൻഷൻ. സെക്കൻഡ് തിങ്, ബാക്കി എത്രയാണോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ഒരു പ്രൈമറി ആയിട്ട് ഈ ഒരു നീഡ് കഴിഞ്ഞാൽ ബാക്കി എത്രയാണോ അത് മധ്യപ്രദേശിലെ ഏരിയയിൽ ലോക്കൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. സോ 24% ഓഫ് ഡൽഹി മെട്രോസ് റിക്വയർമെന്റ്, ഡൽഹി മെട്രോയുടെ റിക്വയർമെന്റ് എത്രയാണോ അതിന്റെ 24% ഇത് പ്രൊവൈഡ് ചെയ്യും. ബാക്കി വരുന്നതിൽ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെ മധ്യപ്രദേശിലെ ലോക്കൽ ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആയിട്ടുള്ള സീരിയസ് എന്നല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന മെറ്റീരിയൽസ് ആണ്. പക്ഷെ ബിഗിനേഴ്സിനെയും കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് ഡെപ്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. സോ നമുക്ക് എഡിറ്റോറിയലിലേക്ക് പോകാം. ഇതൊക്കെയാണ് ഐഡിയ. എഡിറ്റോറിയലിലേക്ക് പോകാം. സോ ഹെഡിങ് ഈസ്
ഷുവർ പവർ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഷുവർ പവർ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു സോളാർ എനർജി നമ്മൾ നോർമലി കേൾക്കുന്ന വേറെ റിന്യൂവബിൾ എനർജി തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹെഡിങ് പറയുമ്പോൾ തന്നെ നമ്മൾ ഇൻഎക്സോസ്റ്റിബിൾ എന്നുള്ള വേർഡ് നമ്മൾ ഓർക്കണം. ഒരിക്കലും ഇത് എക്സോസ്റ്റ് ആയി പോകുന്നില്ല, നമ്മുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു ടൈം ഷുവർ പവർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. India's solar strategy should look at tapping the best globally to make locally. അപ്പം നമ്മൾ പറയുന്നതല്ല, നമ്മുടെ വോക്കൽ ഫോർ ലോക്കൽ, അതിനെ ആ ഒരു എന്താ പറയുക ഫ്രേസിനെ മിമിക് ചെയ്തുകൊണ്ടാണ് എന്താ പറയുക ഓത്തറും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഗ്ലോബലി തന്നെ ടോപ്പ്, നമ്മൾ ലോക്കലി ഇംപ്രൂവ്മെന്റ്സ് വരുത്തി ഗ്ലോബലി ടോപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഗ്ലോക്കൽ. ഒരു എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് നമ്മുടെ എന്താ പറയുക വൈസ് പ്രസിഡന്റിന്റെ ആർട്ടിക്കിളിലാന്ന് തോന്നുന്നു ഗ്ലോക്കൽ എന്നൊരു വേർഡ്, അതോ നീതി ആയോഗ് ചെയർമാന്റെ ആണോ എന്ന് എനിക്കറിയില്ല, ഗ്ലോക്കൽ എന്നൊരു വേർഡ് യൂസ് ചെയ്തിരുന്നു. ഗ്ലോക്കൽ മീൻസ് ഗ്ലോബൽ പ്ലസ് ലോക്കൽ, അതായത് ലോക്കലി നമ്മൾ ഇംപ്രൂവ് ആയി ഗ്ലോബലി നമ്മൾ മുന്നോട്ട് വരിക, അതാണ് ഗ്ലോക്കൽ. ഓക്കെ, അപ്പൊ ഈ ഒരു വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. PM Narendra Modi stated resolve to tap the energy of the sun to substantially power the economy and everyday life is to be welcome because it could help chart a green deal for the future. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എന്താ പറയാ സോളാർ എനർജി നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള, നമ്മുടെ ഫ്യൂച്ചറിന്റെ ആ ഒരു എക്കോളജിക്കൽ ആസ്പെക്ട് നോക്കുമ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. നല്ലൊരു എന്താ പറയാ നമ്മുടെ പരിസ്ഥിതിയിൽ എന്താ പറയാ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും ഈ ഒരു സോളാർ എനർജിയുടെ യൂസ് കാരണമൊക്കെ വരുന്നത്. He restated the case for greater reliance on solar power for energy and as a path for self-reliant industrialization. അപ്പൊ സെൽഫ് റിലയന്റ് നമ്മളിപ്പോ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വേർഡാണ് ആത്മനിർഭർ, അല്ലെ? സെൽഫ് റിലയന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ at the inauguration of a 750 megawatt photovoltaic project at Rewa in Madhya Pradesh last week. സോ എന്താ പറയുക, നമ്മൾ കൂടുതലായിട്ടും സോളാർ പവറിൽ നമ്മുടെ PM പറയുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, സോളാർ പവറിൽ നമ്മൾ കൂടുതലായിട്ടും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുക, എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ സോളാർ പവറിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. അതുവഴി എന്താ പറയുക, നമ്മൾ ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സോളാർ പവർ കൂടുതലായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമ്മൾ കൂടുതൽ സെൽഫ് റിലയന്റ് ആകുക, ആത്മനിർഭർ. പ്രധാനമന്ത്രിയുടെ ഇപ്പൊ ഏറ്റവും വലിയ നമ്മുടെ വിഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഏറ്റവും വലിയ വിഷനാണ് സെൽഫ് റിലയൻസ് ഓഫ് ആത്മനിർഭർ. അത് പറഞ്ഞത് ഞാൻ പറയാം, രേവ, മധ്യപ്രദേശിലെ രേവയിലെ ആ ഒരു ഫോട്ടോ വോൾട്ടൈക് പ്രോജക്ട് ഇനാഗ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് അത് വീണ്ടും അദ്ദേഹം അത് പറയുകയുണ്ടായി. But as he would recognize the idea of building a domestic solar manufacturing industry that delivers increasing volumes of quality photovoltaic cells, PV cells ഞാൻ പറഞ്ഞില്ല, modules and associated equipment is long in the tooth. അതായത് നമുക്കറിയാം ഈ ഒരു ഫോട്ടോവോൾട്ടൈക് സെല്ലിന്റെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ സോളാർ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഫോട്ടോവോൾട്ടൈക് സെല്ലില് കുറെ കമ്പോണൻസ് ഉണ്ട്. നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ പറയില്ലേ, നമ്മൾ ഈ ഫോട്ടോവോൾട്ടൈക് സെൽസിന്റെ ചിലപ്പോൾ അസംബ്ലി മാത്രമായിരിക്കും ഇന്ത്യയിൽ നടക്കുന്നത്. നമുക്ക് ഇതിന് കുറെ റോ മെറ്റീരിയൽസ് വേണം ഈ ഫോട്ടോവോൾട്ടൈക് സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അത് നമുക്ക് എന്താ പറയാ, ഫോട്ടോവോൾട്ടൈക് സെൽസിന്റെ കമ്പോണൻസ് നമുക്ക് ഇവിടെ ഈസിലി അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ എന്താ പറയാ കുറച്ച് ടൈം എടുക്കും. ഇറ്റ്സ് എ ലോങ് ടൈം പ്രോജക്റ്റ് ആണ്. ഒറ്റയടിക്ക് നമ്മൾ എന്താ പറയാ ഈ ഒരു ഏരിയയിൽ സെൽഫ് റിലയന്റ് ആവാൻ പറ്റില്ല. India's installed base of this green power source is about 35 gigawatts. അതായത് ഈ പ്രാവശ്യത്തെ എക്കണോമിക് സർവേയിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് 35. നമ്മൾ 100 gigawatts ഏകദേശം 35 gigawatts നമ്മൾ കൊടുത്തിട്ടുണ്ട്, എന്താ പറയാ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പറയുക 2022 100 gigawatts വേണ്ടടുത്ത് നമ്മൾ 2020 കൂടി 35 gigawatts കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. And its projected addition of capacity until 2024 in a COVID-19 affected future is estimated by the industry to be of the order of 50 gigawatts. അപ്പോൾ നമ്മൾ എങ്ങനെ എന്താ പറയാ ഈ ഒരു COVID-19 പ്രതിസന്ധി കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമയത്ത് നമ്മൾ അഡീഷണൽ കപ്പാസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 50 gigawatts നമുക്ക് എന്താ പറയാ 2024 കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 50 gigawatts നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 100 gigawatt by 2022. പക്ഷെ ഈ ഒരു COVID-19 കുറച്ചൊരു പ്രശ്നങ്ങളും കൂടെ വന്നതും പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞില്ലേ COP21 പാരീസിലാണ് നമ്മൾ എന്താ പറയാ ഈ 100 gigawatt പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോൺ ബൈൻഡിങ്, ചെയ്തില്ലെങ്കിൽ വേറെ പെനാൽറ്റി ഒന്നുമില്ല. ഇന്റൻഷനലി കോൺട്രിബ്യൂഷൻ ആണ്, ഇന്റൻഷനലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ ആണ് അത്.
So, viewed against the goal set 5 years ago for the Paris Agreement on Climate of installing 100 gigawatt of solar power by 2022, there could be a sharp deficit. Combined with low domestic cell manufacturing capacity at 3.1 gigawatt last year. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയയിൽ നമ്മുടെ കപ്പാസിറ്റി മാനുഫാക്ചറിങ് കപ്പാസിറ്റി എത്ര മാത്രമേ ഉള്ളൂ? 3.1 ജിഗാവാട്ട്. നമ്മൾ ഇപ്പൊ ഓൾറെഡി എത്ര ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 35 ജിഗാവാട്ട്. നമ്മൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 100 ജിഗാവാട്ട്. ആ 100 ജിഗാവാട്ടിന്റെ വെറും 3.1%, 3.1 ജിഗാവാട്ട് അല്ലെ എന്ന് പറയുമ്പോഴത്തേക്ക് 100 ജിഗാവാട്ടും 3.1 ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം വെറും നമുക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ 3.1% മാത്രമാണ് നമ്മുടെ capacity and present capacity. And heavy reliance on China, high ambition must now be supported by aggressive official policy. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എപ്പോ എന്താണ് ബാക്കി മജോറിറ്റിക്ക് നമ്മൾ എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചൈനയിലാണ്. പക്ഷെ ഈ ഒരു പ്രോസസ്സ് എന്താണ് ഇപ്പൊ അഗ്രസീവ് ആയിട്ട് ഞാൻ പറയല, എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ കുറെ ആപ്സ് ഒക്കെ ഇതാക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ FDA എന്താ പറയാ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിൽ കുറച്ച് റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് COVID-19 സമയത്ത് ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസിന് FDI അണ്ടർ ഓട്ടോമാറ്റിക് റൂട്ട്, അതായത് നേരത്തെ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് തന്നെ മിക്കവാറും എല്ലാ ഏരിയയിലും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോ ഈ റൂൾ വന്നത് കാരണം ഗവൺമെന്റിന്റെ അപ്രൂവൽ എടുത്തിട്ട് FDI ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള റൂൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മെയിൻലി ചൈന ഇന്റന്റ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ എന്താ പറയാ, ചൈനക്കെതിരെ ഇങ്ങനത്തെ അഗ്രസീവ് ആയിട്ടുള്ള ഒഫീഷ്യൽ പോളിസി ഒക്കെ തന്നെ നടക്കുകയാണ്. The Chinese story is one of a steady rise from insignificant manufacturing capability in the 1990s to virtual dominance through active government support in identifying and acquiring top technologies globally, importing critical raw materials such as polysilicon, acquiring solar manufacturers abroad, and investigate in third countries with ready capability. അപ്പോൾ ചൈനയുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് അവർ ഈ ഒരു ഏരിയയിൽ ലീഡ് ചെയ്യുന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1990s, അതായത് നമ്മൾ അടുത്തിടയിലൊക്കെ കേട്ടതാണ് അല്ലെ, 1990 വരെയൊക്കെ തന്നെ ഏകദേശം ചൈനയുടെയും ഇന്ത്യയുടെയും GDP ഒക്കെ ഏകദേശം ഒരുപോലൊക്കെയാണ്. 1990 അവർ ചില സ്ട്രാറ്റജീസ്, അവർ ചില അഡോപ്റ്റ് ചെയ്ത ചില പോളിസീസ് കാരണമാണ് ഇന്ത്യയുടെ ഏകദേശം ഒരു 5 times GDP അവർക്ക് ഇപ്പൊ ഉണ്ട്. ആ ഒരു തലത്തിലേക്ക് വന്നത് 1990s അവർ സ്വീകരിച്ച ചില നയങ്ങളാണ്. തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ഇന്ത്യയുടെയും ചൈനയുടെ റോള് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ഇന്ത്യക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇന്ത്യ വാസ് ലാക്കിംഗ് ബിഹൈൻഡ് ചൈന. തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ചൈന അഡോപ്റ്റ്, അവര് ആ ഒരു തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തത്രേ എന്താ പറയാ ഇന്ത്യ യൂസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 1990 കമ്പയറബിൾ ആയിട്ടുള്ള GDP ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ GDPയുടെ എത്രയോ ഇരട്ടിയാണ് അല്ലെ ചൈന. സോ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ്, ചീപ്പായിട്ട് റോ മെറ്റീരിയൽസ് ചെയ്യുന്നു, അവർ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. Importantly, the domestic market was treated with great importance while promoting exports. അതായത് അവര് എന്താ പറയാ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റും അവർ കൂടുതലായിട്ട് എന്താ പറയാ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the pandemic presents a critical opportunity for India to plan a green deal on the lines of what the EU has committed itself to, that future growth and employment should align itself to environment and sustainability objectives, particularly in energy production away from dirty fuels such as coal. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് യൂറോപ്യൻ യൂണിയൻ എന്ത് തീരുമാനിച്ചു? നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ എന്താ പറയാ ഫ്യൂച്ചർ ഗ്രോത്തും അതുപോലെ എംപ്ലോയ്മെന്റും ഒക്കെ തന്നെ സസ്റ്റൈനബിൾ ഏരിയയിലായിരിക്കണം, അല്ലെങ്കിൽ ക്ലീൻ എനർജി ഫോക്കസ് ചെയ്ത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ സസ്റ്റൈനബിലിറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ UN 2015 ഇൻട്രൊഡ്യൂസ് ചെയ്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, നമ്മൾ SDGsനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതിൽ SDG 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ക്ലീൻ എനർജിയാണ്, ക്ലീൻ എനർജി. അപ്പം അത് ഈ ഒരു സോളാർ എനർജി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, SDG 7നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്, കൂടുതൽ ക്ലീൻ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. As the architect of the International Solar Alliance, which attracted about 120 nations at its launch, India needs to show leadership to advance the manufacture and absorption of solar photovoltaic infrastructure in low and middle income countries. അതായത് നമ്മുടെ ഇന്ത്യയുടെ ISAയിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ റോള് എന്ന് പറഞ്ഞ് എന്താ പറയാ
ഒരു ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ റോള് പറഞ്ഞില്ല. ആ ഇൻക്യുബേറ്റർ റോള് നമ്മൾ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിയെ കൂടുതലായിട്ടും പഠിക്കുക, അതിൽ റിസർച്ച് ഒക്കെ നടത്തുകയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇന്ത്യ ഈ ഒരു ഏരിയയിൽ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോ വോൾട്ടായിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. ഓക്കെ, the key requirements are integrated policy fully supported by states. സ്റ്റേറ്റ്സും കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നാഷണൽ ലെവലിലുള്ള പോളിസി പോലെ തന്നെ സ്റ്റേറ്റ്സും കൂടുതലായിട്ട് പുതിയ പുതിയ പോളിസീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഫെഡറലിസം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫെഡറലിസം ആയതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്സിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. സോ കൂടുതൽ സ്റ്റേറ്റ്സും ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. Industry must help to set up facilities and avail low-cost financing, both important elements in China's rise, and be able to invest in intellectual property. അപ്പൊ നമുക്കറിയാം IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിലൊക്കെ നമുക്കറിയാം ചൈനയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? ചൈനയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അവർ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, ലോ കോസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ, വേണ്ട ആവശ്യങ്ങളൊക്കെ തന്നെ ലോ കോസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെയാണ് അവര് വിപണി കീഴടക്കുന്നത് തന്നെ, അല്ലെ? അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മളും ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇതുപോലത്തെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിന്റെ റിസർച്ച് ഏരിയയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ പറയാൻ മറന്നുപോയി, വേറൊരു സൂര്യപുത്രാസ് എന്ന് പറഞ്ഞില്ല, ISAയുടെ കേസ് നമ്മൾ സൂര്യപുത്രാസ് പറഞ്ഞു. അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസിങ് ഒരു പ്രോഗ്രാം ഉണ്ട്, സൂര്യമിത്രാസ്. അതായത് നമ്മള് സൂര്യമിത്രാസ് എന്ന് പറഞ്ഞാൽ സോളാർ എനർജിയിൽ എന്തൊക്കെ ടെക്നിക്കൽ ഡെവലപ്മെന്റ്സ് ആണോ വേണ്ടത്, ആ ഒരു ടെക്നിക്കൽ ട്രെയിനിങ് ഒക്കെ ആൾക്കാർക്ക് കൊടുത്തൊരു കോഴ്സ് പോലുള്ളതാണ് സൂര്യമിത്ര. സ്കിൽ ഡെവലപ്മെന്റ് സ്കീമാണ്, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് സൂര്യമിത്രാസ്. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ, അത് ഓർത്തോളൂ. സൂര്യമിത്രാസ്. അപ്പൊ സൂര്യപുത്രാസ് ഉണ്ട്, സൂര്യമിത്രാസ് ഉണ്ട്. സൂര്യമിത്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ഓക്കെ, a forward-looking program should also look at emerging trends in deploying solar innovatively. കൂടുതലായിട്ടും ഫോർവേഡ് ലുക്ക്, സോളാർ എനർജി കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം. This includes newer technologies such as aesthetic photovoltaic window and roof tiles for buildings, multi-row urban structures, and greater use of residential and commercial buildings to deploy more panels. അവരൊരു സജഷൻസ് പറഞ്ഞിരിക്കുകയാണ്, ഓതർ തന്നെ സജഷൻ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ന്യൂ ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ ഏരിയയിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എസ്തെറ്റിക് ഫോട്ടോ വോൾട്ടേക് വിൻഡോ, അതായത് നമ്മുടെ ഇൻഡിജിനസ് പ്രോഡക്റ്റ് വെച്ചിട്ട് മിനിമം കോസ്റ്റിലുള്ള ഫോട്ടോ വോൾട്ടേക് സെല്ലിന്റെ ഡെവലപ്മെന്റ്, അതാണ് എസ്തെറ്റിക് ഫോട്ടോ വോൾട്ടേക് വിൻഡോ. സെക്കൻഡ് തിങ് ഈസ് റൂഫ് ടൈൽസ് ഫോർ ബിൽഡിങ്സ്. ബിൽഡിങ്ങിൽ സോളാർ പാനൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂഫ് ടൈലിംഗ് പ്രൊവൈഡ് ചെയ്യുക. തേർഡ് തിങ് മൾട്ടി റോൾ അർബൻ സ്ട്രക്ചേഴ്സ്, അതായത് അർബൻ സ്ട്രക്ചേഴ്സിൽ നമുക്ക് ഇപ്പൊ ഈവൻ നമ്മൾ വേറെ എന്തെങ്കിലും യൂസിനായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്, പക്ഷെ അവിടെയും അവിടെയും എനർജിക്ക് എന്ത് കൊടുക്കുക, സോളാർ പവറിലെ ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് മൾട്ടി റോൾ അർബൻ സ്ട്രക്ചേഴ്സ്. ആൻഡ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗവൺമെന്റ് ഓഫീസ് നോർമലി വേറെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി വെക്കുന്ന ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിൽ അവിടെയും സോളാർ പവർ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അതാണ് മൾട്ടി റോൾ അർബൻ സ്ട്രക്ചേഴ്സ്. ആൻഡ് ഗ്രേറ്റർ യൂസ് ഓഫ് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിൽ കൂടുതൽ പാനൽസ് യൂസ് ചെയ്യുക. Rapid progress requires a strategic shift to aid competitive domestic manufacturing. So അതും ഇമ്പോർട്ടന്റ് ആണ്, കോമ്പറ്റീറ്റീവ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്. നമുക്കറിയാം ഇത് എല്ലാം ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്ത് സബ്സിഡീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഇല്ല, അല്ലെ? അവിടെ ഗവൺമെന്റിന്റെ ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ ഞാൻ ഏറ്റവും കൂടുതൽ മെൻഷൻ ഏത് ആർട്ടിക്കിൾ പറഞ്ഞാലും പറയുന്ന കാര്യമാണ് എക്കണോമിക് സർവേ. എക്കണോമിക് സർവേ ഞാൻ പറയാൻ കാരണം എക്കണോമിക് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഗവൺമെന്റിന്റെ തന്നെ റിപ്പോർട്ടാണ്. സോ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ആസച്ച് നമ്മുടെ ആൻസറിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. സോ അപ്പൊ എക്കണോമിക് സർവേയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു ഏരിയ ആണ്. നമ്മൾ ഈ പ്രാവശ്യത്തെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ട് പ്രൈവറ്റൈസേഷൻ, അല്ലെങ്കിൽ കൂടുതലായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ഗവൺമെന്റ് സബ്സിഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കോമ്പറ്റീഷൻ ഇല്ല. നമുക്കറിയാം മാർക്കറ്റ് എപ്പോഴാണ് കൂടുതൽ ഈൽഡിങ് ആവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ
പ്രോഫിറ്റ് കിട്ടുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഒരേ ഏരിയയിൽ തന്നെ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു 5-6 നമുക്കറിയാം ഒരു ഏരിയ അവിടെ ഒരു കമ്പനി മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ അതിന്റെ പ്രൈസ് ആയാലും ക്വാളിറ്റി ആയാലും അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അല്ലെ. അതേസമയം ആ ഒരു ഏരിയയിൽ തന്നെ 5-6 കമ്പനി ഉണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ കോമ്പറ്റീഷൻ ആയിരിക്കും. അത് നമുക്ക് ആർക്കായിരിക്കും? കൺസ്യൂമർ, നമ്മുടെ ഉപഭോക്താവിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. സോ അങ്ങനെ എന്താ പറയാ ഈ ഒരു ഏരിയയിൽ കൂടുതൽ പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ കൂടുതൽ കോമ്പറ്റേറ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ് മുന്നോട്ട് നമുക്ക് വരാൻ പറ്റും. സോ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് പ്രോസസ് അതാണ് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. അതായത് ഓപ്ഷൻ പോലെ ഒരു എന്താ പറയുക ലേലം വിളിച്ചിട്ട് ഗവൺമെന്റ് വിളിക്കുക ഇത്ര ജിഗാവാട്ട് കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രൊപ്പോസൽസ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു ഏരിയ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ കിട്ടുന്നതാണ്. സോ താങ്ക് യു.